ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931227771. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മലപ്പുറം നേർച്ചയുടെ ഓർമ്മകൾക്ക് മങ്ങലേറ്റെങ്കിലും അങ്ങാടി തലയ്ക്കൽ കുടുംബാംഗങ്ങളുടെ തട്ടാന്റെ പെട്ടിവരവ് ഇന്നും നിലയ്ക്കാതെ തുടരുന്നു. ശനിയാഴ്ച പതിവ് പോലെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾക്കു ശേഷം മലപ്പുറം ശുഹദാ ജുമാ മസ്ജിദ് ജാറത്തിലേക്ക് പെട്ടിവരവ് നടന്നു. നേർച്ചയുടെ അവസാനത്തെ പെട്ടിവരവായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഒരു കാലത്ത് മലപ്പുറത്തിന്റെ ഐശ്വര്യമായിരുന്ന നേർച്ച കാലത്തിന്റെ കുത്തൊഴുക്കിൽ വിസ്മൃതിയിലേക്ക് മറഞ്ഞുപോയെങ്കിലും അങ്ങാടി തലയ്ക്കൽ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിൽ അതിന്റെ മധുരസ്മരണകൾ ഇന്നും മായാതെ കിടക്കുന്നു. നേർച്ച മുടങ്ങിയെങ്കിലും തങ്ങളുടെ കാരണവരുടെ ഓർമ്മയ്ക്കായുള്ള ഈ പെട്ടിവരവിന് തലയ്ക്കൽ കുടുംബാംഗങ്ങൾ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. കിഴക്കേതല അങ്ങാടി തലയ്ക്കൽ തറവാട്ടിൽ നിന്ന് ആരംഭിച്ച പെട്ടിവരവ് കുടുംബാംഗങ്ങളും നാട്ടുകാരും കാൽനടയായി മലപ്പുറം ശുഹദാ ജുമാ മസ്ജിദ് ജാറത്തിലെത്തി. ശുഹദാ ജാറത്തിൽ എത്തിയ ശേഷം നടന്ന സമാപന കൂട്ടപ്രാർത്ഥനയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് അങ്ങാടി തലയ്ക്കൽ കുടുംബാംഗങ്ങൾ കൊണ്ടുവന്ന മധുര പലഹാരങ്ങൾ അവിടെ സന്നിഹിതരായ എല്ലാവർക്കും വിതരണം ചെയ്തു. ഈ പുണ്യകർമ്മത്തിന് AT രാധാകൃഷ്ണൻ, KP ശ്രീധരൻ, KP വിജയൻ, ശ്രീധരൻ മുതുവത്ത് പറമ്പ്, KP ബാബു, KP ബൈജു എന്നിവരും സംഘാടക സമിതി ഭാരവാഹികളായ PK അബ്ദുൽ ഹക്കീം, ഉപ്പൂടൻ ഷൗക്കത്ത്, മുട്ടേങ്ങാടൻ മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവരും നേതൃത്വം നൽകി. ഏകദേശം 3.5 നൂറ്റാണ്ട് മുമ്പ് സാമൂതിരിയുടെ പാറനമ്പി സേനയുമായുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച 44 ധീരന്മാരുടെ സ്മരണയ്ക്കായാണ് മലപ്പുറം നേർച്ച നടത്തിയിരുന്നത്. ഈ രക്തസാക്ഷികളിൽ ഒരാളായ അങ്ങാടി തലയ്ക്കൽ കുടുംബത്തിലെ തട്ടൻ കുഞ്ഞേലുവിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് തലയ്ക്കൽ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ പെട്ടിവരവ് ഇന്നും മുടങ്ങാതെ നടത്തപ്പെടുന്നത്. കാലം മാറിയെങ്കിലും മലപ്പുറത്തിന്റെ ചരിത്രത്തിലെ ഈ പ്രധാന ഏടിന്റെ ഓർമ്മ പുതുക്കുന്നതിനും തങ്ങളുടെ കാരണവന്മാരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനും തലയ്ക്കൽ കുടുംബാംഗങ്ങൾ നടത്തുന്ന ഈ പെട്ടിവരവ് ഒരു നല്ല മാതൃകയാണ്. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.